Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, പാല. നമ്മളിൽ പല ആളുകളും കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യമാണ്, അതായത് എന്തൊക്കെ നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും എന്തൊക്കെ മരുന്ന് കഴിച്ചാലും എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്താലും ഞങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല, ഞങ്ങളുടെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പൊതുവേ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളങ്ങനെ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പോകുമ്പോഴാണ് മനസ്സിലായത് ഈ വീഡിയോയിലൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഇതൊരു സജഷനായിട്ട് പറയുമല്ല, അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്ത് പറയുമല്ല, എൻ്റെ ഒരു ഒപ്പീനിയനാണ് മാത്രമായിട്ടാണ് ഞാൻ പറയുന്നത്. ഭൂരിഭാഗം ആളുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് അവരവരുടെ സ്വന്തം കുടുംബത്തിലാണ്. അതായത് മനസ്സമാധാനമില്ലായ്മ ആണ് ഭൂരിഭാഗം ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം. പല ആളുകളിലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരെത്ര മരുന്നെടുത്താലും എത്ര മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞാലും ഈ ടെൻഷനും ആങ്സൈറ്റിയും കാരണം തന്നെ അവർക്ക് ആ പ്രശ്നങ്ങൾ മാറുന്നില്ല. തലവേദനകൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു, വയറ്റിലെ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ശരീരത്തിന് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നു, എപ്പോഴും വേദനകൾ അനുഭവപ്പെടുന്നു, എവിടെ പിടിച്ചാലും നീർക്കെട്ട് വേദനകൾ, ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പോകുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. ഈ ഒപ്പീനിയനിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഭൂരിഭാഗം ആളുകളിൽ അതായത് ആ റിലേഷൻഷിപ്പ് കറക്റ്റല്ല. അതായത് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധം കറക്റ്റായിരിക്കത്തില്ല, മക്കളുമായിട്ടുള്ള ബന്ധം കറക്റ്റായിരിക്കില്ല, അപ്പനും അമ്മയായിട്ടുള്ള ബന്ധം കറക്റ്റായിരിക്കത്തില്ല, കൊലീഗ്സുമായിട്ടുള്ള ബന്ധം കറക്റ്റായിരിക്കില്ല. പല സ്ഥലങ്ങളിലായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇതിനകത്ത് മെയിനായിട്ടും വരുന്നത്. പലപ്പോഴും നമ്മൾ 10 പൊരുത്തം നോക്കി, മാട്രിമോണിയിൽ നോക്കി, കുടുംബ പശ്ചാത്തലം നോക്കി, സാമ്പത്തിക രീതികൾ നോക്കി, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം നോക്കി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാലും ശരിക്കും നമുക്ക് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്പി ആണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ആളുകൾ ഹാപ്പി അല്ല. പലപ്പോഴും ഇപ്പം നമ്മൾ പ്രേമിച്ച് കെട്ടി കുറേ മനസ്സിലാക്കി കെട്ടി എന്ന് പറഞ്ഞാലും ഒരു 8-10 കൊല്ലം ആകുമ്പോഴത്തേനും ടോട്ടലി രീതികളെല്ലാം മാറുകയാണ്. പിന്നെ മക്കളുടെ രീതിയായിട്ട് വളർന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ അതിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്ത ആൾക്കാർക്ക് വാല്യൂ ഇല്ല എന്നുള്ള രീതി വരും. പലപ്പോഴും അപ്പനും അമ്മയും മക്കളെ പഠിപ്പിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കുക, നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അതേപോലെ തന്നെ അവരവരുടെ കാലം നിൽക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലാതെ അപ്പനമ്മയുടെ സ്വത്ത് മക്കൾക്ക് കൊടുത്തേച്ച് അവർ പിന്നെ നമ്മളെ നോക്കണമെന്ന് പറഞ്ഞു വെച്ചാൽ അവകാശപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. ശരിക്കും അപ്പനമ്മമാർ ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങൾ അവരെ ഇതാക്കി കൊടുക്കുക, അവരെ സ്റ്റേബിളാക്കി എടുക്കുക, അവർക്ക് സ്വന്തം വരുമാനം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അപ്പനമ്മയും ഉണ്ടാക്കുന്ന സ്വത്തുക്കളെന്ന് പറയുന്നത് അപ്പനമ്മയ്ക്കുള്ളതാണ്. അവരുടെ ഇപ്പം അതായത് മക്കൾക്ക് കൊടുത്തേച്ച് മക്കളെ കൊണ്ട് അപ്പനമ്മയുടെ അവസാന കാലഘട്ടം നോക്കണം എന്ന് പറഞ്ഞതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്കിപ്പോൾ ഒരു 20,000 രൂപ 30,000 രൂപ ഒരു മാസം നമുക്ക് ചിലവ് വരുന്നു. ഓക്കെ, പ്രായമുള്ള ആൾക്കാരെ നോക്കാനെന്ന് പറഞ്ഞാൽ നമ്മുടെ അവസാന കാലഘട്ടങ്ങളിലേക്ക് വേണ്ടിയിട്ട് ആ പൈസ നമ്മളിപ്പം സ്വരൂപിച്ച് വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ മക്കളെ നോക്കിയിട്ട് ഈ കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. പലപ്പോഴും അപ്പനമ്മമാരെ കംപ്ലയിൻറ്റ് ചെയ്യുന്ന കാര്യം, മക്കൾക്ക് സമയമില്ല, മക്കൾ UK-ലും US-ലും ആണല്ലോ, അല്ലെങ്കിൽ മക്കളുടെ രീതികളായി കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ തിരിഞ്ഞ് നോക്കാറേ ഇല്ല. അങ്ങനെ കുറേ കംപ്ലയിൻറ്റുകൾ നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട്. ശരിക്കും നമ്മളിത് ആഗ്രഹിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മുടെ നല്ല സമയത്ത് മക്കളുടെ ചെറിയ പ്രായത്തിലും മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമും മക്കൾക്ക് ആ ഒരു ഇഷ്ടം നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്ര വലിയ ബിസിയാണെന്ന് പറഞ്ഞാലും അപ്പനമ്മയ്ക്ക് ഡയറക്റ്റായിട്ട് വന്ന് അവർക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിലും അവരാരെങ്കിലും വെച്ചിട്ടെങ്കിലും ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷേ ഇപ്പം അങ്ങനെ അല്ല സംഭവിക്കുന്നത്. പലപ്പോഴും അപ്പനമ്മ ഇപ്പം അപ്പനമ്മയും മക്കളുടെ കാര്യം പോട്ടെ, അവർക്കുണ്ടാകുന്ന മക്കളുടെ കാര്യം വരെ നോക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അത് കാരണം എന്താ, ഇവർക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല, മരുന്ന് മേടിക്കാൻ പറ്റുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഈ കൊച്ചുമക്കളുടെ കൂടെ ഓടി നടന്ന് അതിൻ്റെ കാരണം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ 80% ആൾക്കാരെന്ന് പറയുന്നത് അത് ഇപ്പം എല്ലാവരും ഒരുമിച്ച് താമസിക്കുമ്പോഴുള്ള പ്രശ്നമായത്. കാരണം എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും ആകുമ്പോഴത്തേനും ഓക്കെ, അവർക്ക് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവിൻസ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ ഈ ഭർത്താവിൻ്റെ അപ്പനെ അമ്മയെ കൺവിൻസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭാര്യയുടെ അപ്പനെ അമ്മയെ കൺവിൻസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരിക്കലും നമുക്ക് ഭാര്യയുടെ അപ്പനെ അമ്മയെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അപ്പനെ അമ്മയെ ഒരിക്കലും നമ്മുടെ സ്വന്തം അപ്പനെ അമ്മയായിട്ട് കാണാനേ പറ്റത്തില്ല. അപ്പം പറയും സ്വന്തം മക്കളെ പോലെയാണ്, സ്വന്തം അപ്പനമ്മയെ പോലെയാണ്. അങ്ങനെ പറ്റില്ല. കാരണം സ്വന്തം അപ്പനെ അമ്മയോട് നമുക്ക് എന്നും സംസാരിക്കാം, ഭാര്യയുടെ അപ്പനെ അമ്മയോട് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, ഭർത്താവിൻ്റെ അപ്പനെ അമ്മയോട് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അവർക്ക് ഫീലാവും, അവരെപ്പോഴും വേറെ ഫാമിലിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് സെപ്പറേറ്റ് മാറി നിന്നിട്ട് ജീവിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കാര്യമുണ്ട്. ഇത് ഈ പറയുന്ന അപ്പം നമ്മുടെ കൂടെ തന്നെ ജീവിച്ചേച്ച് ഒരു രീതിയിലുള്ള ഫ്രീഡം ഇല്ലാതെ ജീവിച്ച് പോകുമ്പോൾ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ വീട്ടിലൊരു പരിധി കൂടുതൽ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളൊരു ഫുഡ് പറയുന്നു, ഡയറ്റ് ഇങ്ങനെ നോക്കണം കേട്ടെന്ന് പറയുമ്പോൾ അയ്യോ വീട്ടിൽ അത് പ്രശ്നമായി ഇത് പ്രശ്നം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. എന്ന് വെച്ചാൽ എല്ലാ റെസ്ട്രിക്ഷനാണ്. ഈ റെസ്ട്രിക്ഷനിലൂടെ പോവുകയാണ്.
അതേപോലെ തന്നെ ഈ സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഭർത്താക്കന്മാർ ഇതിൽ എന്താ പറയുക നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരാണ്. കാരണം അവർക്ക് എപ്പോഴും അവരുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, വേറെ കാര്യങ്ങളുടെ രീതികളിലേക്ക് അറിയണമെന്നോ ചെയ്യണമെന്നോ ചോദിക്കണമെന്നോ പോലും താല്പര്യമില്ല. എൻ്റെ ഉറക്കം, എൻ്റെ ഭക്ഷണം, എൻ്റെ യാത്ര, എൻ്റെ താല്പര്യങ്ങൾ എന്നുള്ളതാണ്. അതിനകത്ത് എവിടെയെങ്കിലും ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഭാര്യയെ പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം ഭാര്യയുടെ കാര്യം പോക്കാണ്. ഭാര്യയ്ക്ക് എന്നെക്കാളും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം പല രീതിയിലുള്ള, അതായത് ഞാൻ ഇപ്പോൾ ഒരു മരണ വീട്ടിൽ പോയാൽ ആ ശവപ്പെട്ടിയിൽ ഞാനാണ് പോയി കിടക്കേണ്ടത്, അപ്പോൾ എന്നെ എല്ലാവരും നോക്കണം, എന്നെ എല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഒരു കല്യാണ പരിപാടി പോയത് ഞാൻ കല്യാണ ചെക്കൻ്റെ പെണ്ണിൻ്റെ നടുക്ക് ഞാനായിരിക്കും ഇരിക്കേണ്ടത്. അങ്ങനത്തെ ഒരു മനസ്ഥിതി ആയിരിക്കും അങ്ങനത്തെ ആളുകൾ വരുന്നത്. അത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യമാണ്. അങ്ങനെയുള്ളപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് യാതൊരു രീതിയിലുള്ള റോൾ ഇല്ലാതാവും. അത് സ്ത്രീയായാലും പുരുഷനായാലും അതാണ്, പക്ഷെ പൊതുവെ ബാധിക്കപ്പെടുന്ന സ്ത്രീകളായതുകൊണ്ടാണ്. ആ സ്ത്രീകൾ എത്ര കഴിവുള്ളവരായാലും അവർക്കൊരിക്കലും മുന്നോട്ട് കയറി വരണമെന്നുള്ള ഒരു തോന്നൽ വരത്തില്ല. ജീവിതം മൊത്തം ഇങ്ങനെ ജീവിച്ച് തീർക്കാം എന്നുള്ള രീതിയിലേക്ക് വരും. സ്വന്തമായിട്ട് നന്നായിട്ട് ഒരുങ്ങി ഇറങ്ങുന്ന ആൾക്കാരായിരിക്കും, പക്ഷേ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അടിച്ചമർത്തലിൻ്റെ ഭാഗമായിട്ട് അവർക്കങ്ങനെ മുടി ചീകണമെന്നുമില്ല, ഡ്രസ്സ് വലിയ മേടിക്കണമെന്നുമില്ല, ഡ്രസ്സ് നന്നായിട്ട് ഒരുങ്ങി ഇറങ്ങണമെന്നുമില്ല. അല്ലെങ്കിൽ ചിലരൊക്കെ വല്ലാതെ വണ്ണം വെച്ചിരിക്കും, ചിലരൊക്കെ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കും. ശരീരം ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള രീതിയിലേക്ക് പോകും. കാരണം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിന് എന്നുള്ള രീതിയിലേക്ക് വരും. കാരണം അത്രയ്ക്കും ജീവിതത്തോട് മടുപ്പായ രീതിയാണ്. പിന്നെ ആകെയുള്ള ആശ്വാസം എന്ന് പറയുന്ന മക്കളാണ്. മക്കളും കുറച്ച് കഴിയുമ്പോഴത്തേനും അവരവരുടെ രീതി പോകുമ്പോഴത്തേനും പിന്നെ ഇവർക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. എൻ്റെ ഭർത്താവ് തൊഴിച്ചാലും ഞാൻ സഹിച്ചോളാം, തെറി പറഞ്ഞാലും ഞാൻ സഹിച്ചോളാം, എന്നെ ഇൻസൾട്ട് ചെയ്താലും ഞാൻ സഹിച്ചോളാം, എന്നെ വീട്ടിൽ പൂട്ടിയിട്ടാലും ഞാൻ സഹിച്ചോളാം. കാരണം വേറെ നിവൃത്തിയില്ല, എനിക്ക് സ്വന്തമായിട്ട് വരുമാനമില്ല, സ്വന്തമായിട്ട് ജോലിയില്ല, സ്വന്തമായിട്ട് ഒന്നും ചെയ്യണം താല്പര്യം പോലുമില്ല. ഇങ്ങനെ നമ്മൾ മൊത്തത്തോടെ ഡൗൺ ആവുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ജീവിതശൈലിയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇതിനകത്ത് ബന്ധങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പറ്റാത്ത സാഹചര്യമാണ്. അതായത് നമുക്കൊരു 100% എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 70% സന്തോഷവും ഒരു 30% മോശമായിട്ടുള്ള രീതികളാണെങ്കിൽ നമുക്കങ്ങ് ക്ഷമിക്കാം, സഹിക്കാം, നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. പക്ഷേ ഈ 30% സന്തോഷത്തിന് വേണ്ടിയിട്ട് 70% ജീവിതം മൊത്തം ദുരിതം അനുഭവിച്ച് പോകുമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് റിലേഷൻ അല്ല. ചിലപ്പം ചില സാഹചര്യങ്ങളിൽ മാറി നിന്നാൽ ചിലപ്പോൾ അത് പ്രശ്നം തീരുമായിരിക്കും. ചില ആളുകളുമായിട്ടുള്ള ഇടപെടലും ഒഴിവാക്കിയ പ്രശ്നം തീരുമായിരിക്കും. ചില ശീലങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം തീരുമായിരിക്കും. അങ്ങനെ പലതും ഉണ്ട്. നന്നാക്കാൻ താല്പര്യമുള്ളവർക്ക് പല രീതിയിൽ നന്നാക്കാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നന്നാക്കാൻ പറ്റത്തില്ല. ചില ജീൻ പ്രശ്നങ്ങളുണ്ട്. മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള അപ്പനും അമ്മയ്ക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ള മക്കളാണ് ഉണ്ടാകുന്നത്. അതിനകത്ത് വലിയ അത്ഭുതമേ ഇല്ല. അങ്ങനെ മാനസിക ബുദ്ധിമുട്ടുള്ള ഒരാളെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? എങ്ങനെയാണ് അവരിൽ നിന്ന് നമ്മളൊരു മാറ്റം പ്രതീക്ഷിക്കുന്നത്? ഞാനെല്ലാം പക്കാ പെർഫെക്റ്റാണ്, എൻ്റെ കൂടെ ഉള്ള ആൾക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നമുള്ള ആൾ ഇത് ജീനിലുള്ള മാനസിക പ്രശ്നമാണെങ്കിൽ എങ്ങനെയാണ് മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ മാറാൻ പറ്റത്തില്ല. ഒന്നാം നമ്മൾ മാനസികമായിട്ട് അഡ്ജസ്റ്റ് ആകുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം കണ്ടെത്താനുള്ള വഴികൾ നമ്മൾ പുറകെ പോവുക, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോവുക. ഇതല്ലാതെ വേറെ ഓപ്ഷൻ അതിനകത്തില്ല. ഒന്ന് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആയുഷ്കാലം മുഴുവനും നരകിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുത്തേക്ക് കൺസൾട്ട് ചെയ്യാൻ വരുന്ന ഭൂരിഭാഗം ആൾക്കാരിൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളിൽ അവർ പറയാൻ തുടങ്ങുമ്പോൾ വിങ്ങി പൊട്ടുകയാണ്. കാരണം അവർക്ക് സംസാരിക്കാൻ ആരുമില്ല. മക്കൾക്കാണെന്നുണ്ടെങ്കിൽ വോയിസ് ഇല്ല. അവിടെ അപ്പനോ ആയിരിക്കും അവിടെ മെയിനായിട്ടുള്ള വോയിസ്, അവരുടെ അപ്പനമ്മയ്ക്കായിരിക്കും ഫുൾ ഹോൾഡ് ഉള്ളത്. അങ്ങനെ ഒരു വീട്ടിൽ നമുക്കൊരു ഇതേ ഇല്ല. പല ആളുകളുടെയും കഥ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തു, ഇതൊക്കെ ഈ ലോകത്ത് നടക്കുമോ? അത്രയ്ക്കും ബുദ്ധിമുട്ടിട്ടുള്ള ആ ഒരു അവസ്ഥകളൊക്കെയാണ്. കാരണം നമുക്കിതൊരു സിനിമ പോലെ ആക്കിയാൽ ആരും വിശ്വസിക്കുന്നത് പോലുമില്ല. അത്രയ്ക്കും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ സന്തോഷം നമ്മുടെ കൂടെയുള്ള ആളുടെ കയ്യിലേക്ക് കൊടുത്തേച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ കരഞ്ഞാലും നമുക്ക് പ്രശ്നം, അവിടെ അരിശപ്പെട്ടാലും നമ്മുടെ പ്രശ്നം. അപ്പോൾ അവിടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ആ സന്തോഷം നമുക്ക് ആസ്വദിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ് ഉള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് ഇടപെടുക, ഇഷ്ടപ്പെട്ട കൂട്ടായ്മകളിൽ പോവുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടെങ്കിൽ അത് റിപ്പീറ്റഡായിട്ട് ചെയ്യുക. അപ്പം ഇനി വിഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക, ഒഴിവാക്കുക, അല്ലെങ്കിൽ മാറി നിൽക്കുക. ഈ പറയുന്ന നമ്മുടെ കാഴ്ചപ്പാട് മാറ്റാനുള്ള വഴികൾ കണ്ടെത്തുക. ഇതൊക്കെ വർക്കൗട്ട് ആവുള്ളൂ. എന്തായാലും ജനിച്ചു പോയി, ജീവിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ എൻ്റെ കെട്ടിയവൻ ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് എന്തിനാ കെട്ടിയവനെ കുറ്റപ്പെടുന്ന ആവശ്യം? നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അവിടെ ഇത് വരുന്നത്. ഓക്കെ, ആ കെട്ടിയവനെ അവിടെ ഇരുന്നോട്ടെ, നമുക്ക് ആ വീട്ടിൽ നിന്ന് പോകാൻ പറ്റുന്നില്ല, ഓക്കെ സാരമില്ല. നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിയാൽ തന്നെ പകുതി ആശ്വാസമായി എന്നുള്ളതാണ്. എപ്പോഴും
കെട്ടിയവനെ മാത്രം വിശ്വസിച്ച് ജീവിക്കാൻ പാടില്ല, കെട്ടിയോളെ മാത്രം വിശ്വസിച്ച് ജീവിക്കാൻ പാടില്ല. കാരണം അവരുടെ മാനസികാവസ്ഥയും അവരുടെ താല്പര്യങ്ങൾ അവരുടെ രീതി അനുസരിച്ച് ഈ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സ്ഥിരത വേണമെന്നുണ്ടെങ്കിൽ നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ സന്തോഷം എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ കുടുംബ സമാധാനം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗവും അസ്വസ്ഥമാണ്. കാരണം അങ്ങനെ നമുക്ക് ഒരിക്കലും എന്താ പറയുക, ഒരു റിസൾട്ട് കിട്ടത്തില്ല. എത്ര മരുന്ന് എടുത്താലും എത്ര ചികിത്സ ചെയ്താലും എത്ര കാര്യങ്ങൾ ചെയ്താലും ഒരു റിസൾട്ട് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. പലതരം സോറിയാസിസ് കണ്ടീഷന് ഹൈ പ്രശ്നം എന്ന് പറയുന്നത് കുടുംബ പ്രശ്നമാണ്. ഈ പറഞ്ഞ ഹൈപ്പർ അസിഡിറ്റി കണ്ടീഷന് കുടുംബ പ്രശ്നമാണ്. തലവേദനകൾ, റിപ്പീറ്റഡ് തലവേദന കുടുംബ പ്രശ്നമാണ്. എപ്പോഴും ക്ഷീണം കുടുംബ പ്രശ്നമാണ്. ശരീരം മൊത്തം നീർക്കെട്ട് വേദനകൾ കുടുംബ പ്രശ്നമാണ്. ഈ മനസമാധാനം ഇല്ലായ്മ, സ്വൈര്യമില്ലായ്മ കൊണ്ട് തന്നെയാണ് ഒരു 80% ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്കിൻ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഉടനെ ഓയിൻമെൻറ്റ് തൂത്തുകൊണ്ടിരിക്കുകയല്ല. അവിടെ കുടുംബ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ അത് ശരിയാക്കിയിട്ട് വേണം ഈ ബാക്കി പരിപാടി നോക്കാനായിട്ട്. അല്ലാതെ ഇങ്ങനെ ഡോക്ടറുകൾ ഇങ്ങനെ മാറി ഡോക്ടർമാരെ മാറ്റിക്കൊണ്ടിരിക്കും, ആശുപത്രികൾ മാറ്റിക്കൊണ്ടിരിക്കും, മരുന്നുകൾ കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കും. ഇതിങ്ങനെ പോകും. അല്ലാതെ ജീവിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ജീവിക്കുന്നുണ്ട്, ചികിത്സ എടുക്കുന്നുണ്ടോ ഉണ്ട്, ഡോക്ടറെ കാണുന്നുണ്ടോ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മെച്ചമൊന്നും കാണത്തില്ല. അതുകൊണ്ട് സന്തോഷവും സമാധാനമാണ് അൾട്ടിമേറ്റ്. അത് പൈസ കൊണ്ടൊന്നും കിട്ടുന്ന കാര്യമല്ല. പൈസ ഒത്തിരി ഉണ്ടെങ്കിലും നമുക്ക് സ്വസ്ഥമായിട്ട് കടന്നുറങ്ങണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒട്ടും പൈസ ഇല്ലെങ്കിലും സ്വസ്ഥമായിട്ട് കടന്നുറങ്ങാനും നമ്മളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടും മനസ്സമാധാനമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മനസ്സമാധാനത്തിന് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, സജഷൻസ് എടുക്കുക, ഗൈഡൻസ് എടുക്കുക, അതേപോലെ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കുക. ഇങ്ങനെയൊക്കെ മാത്രമേ നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മെച്ചം കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.